ഹലോ, വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ് ബൈ അശ്വതി. ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പൊടിക്കൊഞ്ച് തോരനാണ്. അപ്പോൾ അതിനായി നമുക്ക് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ പൊളിച്ച് വൃത്തിയാക്കിയ കൊഞ്ചാണ്. കൂടെ തന്നെ ഒരു അരമുറി തേങ്ങ ചിരകിയത്, പിന്നെ കുറച്ച് കൊച്ചുള്ളി, കൂടെ തന്നെ ഒരു 2 ഇടത്തരം സവാള ചെറുതായി അരിഞ്ഞത്, ഒരു 10-12 വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, 2-3 തണ്ട് കറിവേപ്പില, 2 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ പൊടിക്കൊഞ്ച് തോരനായി വേണ്ടത്. അടുത്തതായി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് നമ്മൾ ചിരകി വെച്ച തേങ്ങയൊന്ന് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അടുത്തതായി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് അതിലേക്ക് ഒരു ഫ്രൈ പാൻ ഒന്ന് വെച്ച് കൊടുക്കാം. ഫ്രൈ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇവിടെ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച കൊച്ചുള്ളിയും സവാളയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കുറച്ച് നേരത്തേക്ക് ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ച് കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ പൊളിച്ച് വൃത്തിയാക്കി വെച്ച പൊടിക്കൊഞ്ച് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ പൊടിക്കൊഞ്ച് തോരൻ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പക്ഷേ നമുക്ക് ആകെയുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ പൊടിക്കൊഞ്ചൊന്ന് പൊളിച്ച് വൃത്തിയാക്കി എടുക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും. എന്നാലും നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മളങ്ങനെ നമ്മുടെ പൊടിക്കൊഞ്ച് കൂടി സവാളയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ നമ്മുടെ കൊഞ്ചിലേക്ക് ആ ഒരു വെള്ളം വറ്റാനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് അടച്ച് വയ്ക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ കൊഞ്ചിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കൊഞ്ചൊക്കെ നന്നായിട്ട് വെന്ത് കൊഞ്ചിലെ ആ ഒരു വെള്ളമൊക്കെ സവാളയിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഈ കൊഞ്ചിലെ വെള്ളമെല്ലാം നന്നായി ഒന്ന് വറ്റിച്ചെടുക്കണം. കൊഞ്ചിലെ വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിങ്ങനെ നന്നായി ഒന്ന് ഇളക്കി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കൊഞ്ചിലെ ആ ഒരു ഈർപ്പമൊക്കെ ഏകദേശം നന്നായി ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി നമ്മുടെ തേങ്ങയ്ക്കകത്ത് അരച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാത്തത്. ഇനി നമുക്ക് ഈ മുളക് പൊടിയുടെയൊക്കെ ആ ഒരു പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് ആ ഒരു തേങ്ങയുടെ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചതിനകത്ത് മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുത്തത്. അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട് മാത്രമാണ് നമ്മൾ തേങ്ങ ഒന്ന് അരച്ചെടുത്തത്. ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് എല്ലാം കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയും പച്ചമുളകും ഒക്കെ ചേർക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ കൊഞ്ചിലെ ആ ഒരു ഈർപ്പമൊക്കെ പോയി തേങ്ങയുടെ ആ ഒരു പച്ച ചുവയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ചേർത്ത ഉപ്പ് കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നീട് വീണ്ടും കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പൊടിക്കൊഞ്ച് തോരൻ ഇവിടെ റെഡിയായിരിക്കുകയാണ്. അവസാനമായി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പൊടിക്കൊഞ്ച് തോരൻ്റെ റെസിപ്പി ഒരുപാട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ, സീ യു.